നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തോന്നാം എൻ്റെ സാഹചര്യങ്ങൾ മോശമാണ്, എനിക്കൊന്നും നേടാൻ കഴിയില്ല. പക്ഷേ ചരിത്രം പറയുന്നത് മറ്റൊന്നാണ്. സാഹചര്യങ്ങളല്ല, നമ്മുടെ തീരുമാനങ്ങളാണ് ഭാവി നിർണ്ണയിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കാര്യമാണ്. ഈ കാര്യത്തെ പറ്റി നിങ്ങൾക്ക് അധികമായിരിക്കും അറിവില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾക്ക് അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. അതായത് നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. എന്നതല്ല, ഒരാളും സാഹചര്യം ഉണ്ടായിട്ട് സ്വപ്നങ്ങൾ നേടിയവരില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് നമുക്ക് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ APJ അബ്ദുൽ കലാമിന്റെ കാര്യം നോക്കാം. അദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ ബോയ് നടന്ന ആളാണ് പിന്നീട് വലിയ ഉയരങ്ങളിലേക്ക് സാറായും അതുപോലെ തന്നെ ഇന്ത്യയിൽ രാഷ്ട്രപിതാവായതും ഒക്കെ ആ ന്യൂസ് പേപ്പർ ബോയുടെ ആ മൈൻഡ് സെറ്റ് വെച്ചിരുന്ന കൊണ്ട് കിട്ടൂല. അയാളുടെ ഒരു മൈൻഡ് സെറ്റും ആ സാഹചര്യത്തെ മാറ്റം കാണിച്ചൊരു മനോഭാവമാണ് ആളെ വിജയത്തിൽ നയിച്ചത്. അതുപോലെ തന്നെ ഓരോരുത്തരും ഇപ്പോൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കർ, ആർക്കും സാഹചര്യം കിട്ടിയിട്ടില്ല. നമ്മൾ ഇവരൊക്കെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർക്കൊന്നും പ്രോപ്പർ ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സാഹചര്യവും കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടില്ല, അത് ഉറപ്പാണ്. കാരണം അവര് അത്രയും മോശം അവസ്ഥയിൽ നിന്നാണ് വളർന്നു വന്നത്. ഓക്കെ, അവരുടെ ഒരു പാഷൻ, അവരുടെ ആ ഒരു കാര്യത്തോടുള്ള ഒരു ഡെഡിക്കേഷൻ തന്നെയാണ് അവരെ മുന്നോട്ട് നയിച്ചത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യവും വരില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത് മനസ്സിലാക്കുക. ഓക്കെ, അതായത് നമ്മള് ഒരു സ്കൂളിൽ നോക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള സ്റ്റുഡൻസ് കാണാൻ പറ്റും. അതായത് ടോപ്പേഴ്സ് ആയിട്ട് നമ്മൾ ഇതിൽ പഠിച്ചുകൊണ്ട് മുന്നേറുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ബാക്ക് ബെഞ്ചസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, അല്ലെ? അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ഈ ടോപ്പേഴ്സ് ജീവിതത്തിൽ വിജയിക്കാറില്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആകെ അറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് കഴിവ് ഇമ്പോർട്ടൻ്റ്, നമുക്ക് ടാലന്റ്. അതായത് നമ്മൾ ഇന്ന് പുസ്തകത്തിൽ പഠിക്കുന്ന 2 അക്ഷരമോ നമ്മൾ അവിടെ നിന്ന് എഴുതുന്ന അറിവ് മാത്രമല്ല നമുക്ക് പിന്നീട് വേണ്ടത്. ആ അറിവും വേണം, പക്ഷേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട പല അറിവുകളുണ്ട്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അത്രയും ബുദ്ധിമുട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ എനിക്ക് നമ്മൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, സാഹചര്യം ഓക്കെ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് നല്ല രീതിയിൽ ലേൺ ചെയ്യാന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ എല്ലാവരും മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾ ചെയ്യാം. അതിന്റെ ഭാഗമായിട്ട് ആ കാര്യത്തെ കുറിച്ച് ലേൺ ചെയ്യാം. അതുപോലെ തന്നെ അതും കൂടാതെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. അതായത് എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള സ്വപ്നങ്ങളും കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധവും എന്നാൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൂടി തിരിച്ചറിയണം. അതുപോലെ തന്നെ ഇപ്പോ എല്ലാവരുടെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളുടെ ഒരു ലോകത്ത് പണക്കാരായവരുണ്ട്, പാവപ്പെട്ടവരുണ്ട്. പണക്കാരായിട്ട് ജനിച്ചൊരു കുട്ടി സംബന്ധിച്ചോളം ആ കുട്ടിക്ക് ഇനി പ്രൂവ് ചെയ്യാൻ, കുടുംബത്തിന് പ്രൂവ് ചെയ്യാൻ ഒന്നും ഉണ്ടായിരിക്കില്ല. ഒരു മിഡിൽ ക്ലാസ് ലോ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അവർക്ക് അത്ര വലിയ സുഖരായിട്ടുള്ള ജീവിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ അത് മാറ്റുന്ന ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് എപ്പോഴും അവർക്ക് ഉണ്ട്, അവരുടെ ഇടയിൽ ഉണ്ട്. ഓക്കെ, പലപ്പോഴും നമ്മൾ ഏറ്റവും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ ഇത്തരം കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് വിജയത്തിലേക്ക് വന്നത്. ഓക്കെ, കാരണം അവർക്ക് പ്രൂവ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചോളം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടാൻ സാധിച്ചില്ലെങ്കിൽ, നമ്മളുടെ ലക്ഷ്യം നേടാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ജീവിച്ചതിനോ നാളെ മരിച്ചു പോകുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെർഫെക്റ്റ് ആയിട്ട് സമയം കാത്തിരുന്നാൽ നമ്മുടെ സമയം പോകുന്നല്ലാതെ അതോടെ യാതൊരു ഗുണവുമില്ല. നമ്മളെ കളിയാക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ അവസരമാണ്. ആ അവസരം നിങ്ങൾ അവർക്ക് കൊടുക്കണോ, ആ അവസരം നിങ്ങൾ നേടിയെടുത്തുകൊണ്ട് നിങ്ങളുടെ വിജയത്തിലേക്ക് പോകണോ എന്ന് തീരുമാനിക്കുന്ന കാര്യമാണ്.
ഒന്നെങ്കിൽ തീരുമാനിക്കുക പഴയ പോലെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ തീരുമാനിക്കുക നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നേറുക. എന്ത് വേണം നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ പറയുന്നു മാത്രം, ഒക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ഇതുമായിട്ട് നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള കണ്ടുമായിട്ട് വീണ്ടും വരാം.